വിശാൽ മാർട്ടിൽ പോയിട്ട് കുറേ നാളായല്ലേ എന്ന് പറഞ്ഞിരുന്നപ്പോൾ വാസു എന്നോട് പറഞ്ഞു ഇനി നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് പർച്ചേസിന് വേണ്ടിയിട്ട് വിശാൽ മാർട്ടിൽ പോകാം. അങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വിശാൽ മാർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും കിട്ടും കേട്ടോ. പച്ചക്കറിയും ഫ്രൂട്ട്സും ഒഴികെ ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാം വാങ്ങി വാരി കൂട്ടി പോവാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാത്രങ്ങളുടെ സെക്ഷനിലാണ്. ഞങ്ങൾ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ ഇതുപോലത്തെ പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബക്കറ്റ്, പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഫൈബർ ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക്, സ്റ്റീൽ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളും ഡെക്കോർ ഐറ്റംസും പിന്നെ നമ്മളുടെ സ്നാക്ക് ഐറ്റംസും ഒക്കെ ഈ ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. പുതിയ വീട്ടിലേക്ക് എന്തൊക്കെ വേണം ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. വാസു ആ ലിസ്റ്റ് പ്രകാരമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഡെക്കർ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പെട്ടതാണ് ആ 2 പ്ലാന്റ്സ്. വളരെ ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡസ്റ്റ്ബിന്നാണ്. ഡസ്റ്റ്ബിൻ എനിക്ക് ഇവിടെ ബാംഗ്ലൂർ ഡ്രൈ ആൻഡ് വെറ്റ് ഡസ്റ്റ്ബിൻ നമുക്ക് സെപ്പറേറ്റ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം അതെടുത്തിട്ടുണ്ട്. ചെറുത് മതി നമുക്ക്. ഡെയിലി അവർ വന്നിട്ട് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ചെറുത് മതി. പിന്നെ ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ബൈ 1 get 1 ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു ക്യൂട്ട് പ്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫൈബറിലാണ് വരുന്നത്. ജസ്റ്റ് 90 റുപ്പീസേ ഉള്ളൂ. പട്ടു കുറേ സംഭവങ്ങൾ പട്ടുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തുകൊണ്ട് വരാനുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്തു. പിന്നെ ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, വളരെ അഫോർഡബിൾ ആണ്. അതുമാത്രമല്ല ബൈ 1 get 1 ആണ് കിട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ പൊട്ടുന്ന ടൈപ്പാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഇങ്ങനത്തെ പ്ലേറ്റ്സുകൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്നാക്സും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പല സൈസിലുള്ള പ്ലേറ്റുകളുണ്ടായിരുന്നു. ഈ ഒരു ബൗൾ കാണാനായിട്ട് നല്ല രസമല്ലേ? അപ്പോൾ ഞാനത് എടുത്തോട്ടാ. പിന്നെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ സെക്ഷനിലാണ്. സ്റ്റീലിൻ്റെ പാത്രം, ഫ്ലാസ്ക്, ബോട്ടിൽ, അങ്ങനെ സകലമാന സാധനങ്ങളും, അതുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. പിന്നെ ഫ്രൈ പാൻ്റെ ഏരിയ, ഈ ഒരു സെക്ഷൻ. ഇവിടെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. റേറ്റൊക്കെ ഒരു 700 ഒക്കെ ഫ്രൈ പാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 400 സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ പല ടൈപ്പ് സ്പൂണുകൾ, പിന്നെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ്, അതുപോലെ വലിയ വലിയ കണ്ടെയ്നേഴ്സ്, നമുക്ക് അരിപ്പൊടിയും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള കണ്ടെയ്നേഴ്സ്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീൽ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബോട്ടിലൊക്കെ ബൈ 1 get 1 ഒക്കെയാണ്. പക്ഷേ വളരെ ക്വാളിറ്റി മോശമാണ് കേട്ടോ. നമ്മൾ ബൈ 1 get 1 അതുപോലെ വളരെ വിലക്കുറവിനും ചാടിക്കയറി വാങ്ങരുത്. നമ്മൾ നന്നായിട്ട് നോക്കുക. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. പിന്നെ ഫേസ് വാഷിൻ്റെ സെക്ഷനിലൊക്കെ മമ്മാരത്തിൻ്റെ പ്രോഡക്റ്റും, പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കുറേ നമ്മൾ കേൾക്കാത്ത കുറച്ച് ബ്രാൻഡ്സും, പിന്നെ VLCCക്ക് നല്ല ഓഫർ ഉണ്ടായിട്ടാണ്. ബൈ 1 get 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പട്ടുവിന് ഇഷ്ടപ്പെട്ട നൂഡിൽസൊക്കെ പട്ടു തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു. കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് പട്ടു ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിട്ട്, അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി അവനോട് നമുക്കിതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഒഴിവാക്കി വിട്ടു. എന്നാലും കുറച്ചൊക്കെ ഞാൻ അലോ ചെയ്തു കേട്ടോ. VLCCയുടെ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു വാസു സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ കോസ്മെറ്റിക് സെക്ഷനിൽ നിന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 50% ഓഫ്, അല്ലെങ്കിൽ ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു. ഈ ബൈ 1 get 1 ഓഫറിൽ നമ്മളിപ്പോൾ ഒരെണ്ണം എടുത്താൽ വേറൊരെണ്ണം അതിൻ്റെ ഓഫറായിട്ട് എടുക്കണം എന്നില്ല. നമ്മളതിൽ ഒരെണ്ണമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പകുതി വില കൊടുത്താൽ മതി. അത് ഇവിടുത്തെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ പട്ടുതാ സോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സെഷ്വാൻ സോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. പിന്നെ സ്പ്രേൻ്റെ സെക്ഷനിലാണെങ്കിൽ എല്ലാം ബൈ 1 get 1 ആയിരുന്നു ഓഫറായിട്ടുണ്ടായിരുന്നത്. ഈ ബൗൾ സെറ്റ് നന്നായിട്ടുണ്ട് കാണാൻ. 4 സെറ്റിന് 200 സംതിങ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് താഴെയുള്ള ഫ്ലോറിൽ വന്നു. ഇവിടെയാണെന്ന് വെച്ചാൽ ജെൻസിൻ്റെ ഡ്രസ്സ്, ഷൂസ്, മറ്റ് ആക്സസറീസ്, പിന്നെ അതിൻ്റെ തന്നെ സെക്കൻഡ് ഹാഫ് സെക്ഷനിൽ വന്നിട്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, സ്റ്റവ്, കുക്ക് വെയേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ട് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഞങ്ങൾ എടുത്ത് നോക്കി, പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. അത് ഗ്രില്ല് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ കെറ്റിലിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. 699 ആണ്. അതും പ്രസ്റ്റീജിൻ്റെ ആണ്. പ്രസ്റ്റീജിൻ്റെ കുക്കറിനും എല്ലാത്തിനും നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടു നല്ല ടയേർഡായി. അവൻ കിട്ടിയ ഒരു ചെയറിനകത്ത് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തു. ജീൻസിനൊക്കെ ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു. വാസു കുറച്ച് ജീൻസൊക്കെ എടുത്ത് നോക്കി, പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി ഗൈസ്. കൊണ്ടുകൊണ്ട ആൾക്കാരൊക്കെ കൊണ്ടുപോയി. ടീഷർട്ട്സും ജോഗേഴ്സും പിന്നെ വീട്ടിലിടാൻ പറ്റിയ പാൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പിന്നെ വന്നത് തൊട്ട് താഴത്തെ ഫ്ലോറിലാണ്. ഇവിടെയാണ് ലേഡീസല്ല കിഡ്സിൻ്റെ കുറച്ച് ഐറ്റംസും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ മാറ്റുകളും കർട്ടൻ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ഫ്ലോറിലാണുള്ളത്. നമ്മൾ ഈ ഒരു ഫ്ലോർ മാറ്റ് സെലക്ട് ചെയ്തു കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് തോന്നി. സോ ഗുഡ് ടു സീ യു. പിന്നെ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഫ്ലോർ മാറ്റുകളുണ്ട്. ഞാൻ നേരത്തെ തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെയൊക്കെ ഫുൾ വെറൈറ്റീസ് ഓഫ് ഫ്ലോർ മാറ്റുകളാണ്. കാർപ്പറ്റ്, വലിയ കാർപ്പറ്റുകൾ വരെ ഉണ്ട്. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേർട്ടൻസാണ്. 9 feet വരെയുള്ള കേർട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. വിൻഡോ കേർട്ടൻ മുതൽ 9 feet ഹൈറ്റിൽ വരുന്ന കേർട്ടൻസ് വരെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബാൽക്കണി വന്നിട്ട് 9 feet ഹൈറ്റാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി കേർട്ടൻ അടുപ്പിക്കാനായിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേർട്ടൻമേ നമ്മൾ ടൈ ചെയ്യില്ലേ, ആ സംഭവങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ എടുത്തില്ല. പിന്നെ ഇപ്പോൾ നിൽക്കുന്നത് ലേഡീസിൻ്റെ സെക്ഷനിലാണ്. ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേഡീസ് സെക്ഷനിൽ അങ്ങനെ വലിയ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇങ്ങനത്തെ കാർപ്പറ്റല്ല, പുതപ്പുകൾക്കൊക്കെ ജസ്റ്റ് 99 rupees മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് അകലേന്ന് നോക്കിയപ്പോൾ കുറച്ച് നന്നായിട്ട് തോന്നി. അടുത്തുനിന്ന് നോക്കി ഷിഫ്ലി പ്രിൻറ്റ് കുഴപ്പമില്ല കാണാൻ, പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഓരോ ബിഗ് ഷോപ്പറിലാക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ നേരെ വന്നത് ഉടുപ്പിയിലാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഗോബി മഞ്ചൂരിയൻ, പിന്നെ വാസുവിന് മഷ്റൂം ഫ്രൈഡ് റൈസ്, എനിക്കും പട്ടുവിനും റെഗുലർ ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ ഇടയിൽ പട്ടുണ്ണി പോയിട്ട് മമ്മിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പട്ടുവിൻ്റെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സും പിന്നെ അവരുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 3 പേരും കൂടി. ഗിഫ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്തതായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി പറഞ്ഞ് ചെയ്യിച്ചതാട്ടോ. അപ്പോൾ ഇത് ഡെലിവറി വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് പട്ടുവിന് കൈമാറാതെ അവർക്കൊരു സമാധാനം ഉണ്ടായില്ല. അത് കാരണമാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ഉടനെ തന്നെ അവർ വന്നത്. അപ്പോൾ ഗിഫ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ 3 പേരുടെയും പിള്ളേരുടെ 3 പേരുടെയും മുഖത്തുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷം കണ്ടറിയാം. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കോഫിയും സ്നാക്സൊക്കെ കഴിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായോ? ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.